പകുതിവില തട്ടിപ്പിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ്കുമാറിലേക്കും അന്വേഷണം. ഉടൻ ചോദ്യം ചെയ്തേക്കും. ആനന്ദ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സായി ഗ്രാമത്തിൽ സൊസൈറ്റിയുടെ നിരവധി പരിപാടികളാണ് നടന്നത്. സംഘടനയുടെ പരിപാടികൾക്ക് പ്രമുഖരെത്തിയത് ആനന്ദ്കുമാറിന്റെ അറിവോടെയെന്നും വിവരമുണ്ട്. ആനന്ദ്കുമാറിനെതിരെ ലഭിച്ച പരാതിയിൽ അനന്തകൃഷ്ണനല്ല ആനന്ദ്കുമാറാണ് തട്ടിപ്പിന് പ്രധാന കാരണമെന്നും പരാമർശമുണ്ട്. പണം അടിയന്തരമായി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് NGO ഓഫീസുകളിൽ പരാതിക്കാർ കൂട്ടത്തോടെ എത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണും. ആ രീതിയിലല്ല പറഞ്ഞത്. നിങ്ങൾ ആ രീതിയില എന്റെ പൈസ പോയിട്ട് ഞാൻ നിൽക്കുമ്പോ നിങ്ങൾ ഈ ചുമ്മാ ഇങ്ങനത്തെ നമ്മൾ പണയം വെച്ച് മറ്റേ മറിച്ചെടുത്ത പൈസ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ എന്റെ തന്നില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ഈ ഓഫീസിൽ കൊണ്ട് അടച്ച പൈസ നിങ്ങളെ തന്നില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാവും? നിങ്ങൾ തന്ന പൈസ നിങ്ങൾ തന്നില്ലെന്ന് പറഞ്ഞ കയ്യിലല്ലേ പൈസ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ പൈസ നിങ്ങൾ തന്ന പൈസ തന്നില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ പറയും നിങ്ങൾ നേരത്തെ എന്താണ് പറഞ്ഞത്? പൈസ വാങ്ങിച്ച് ഞങ്ങൾ കമ്പനിക്ക് അയച്ചു, ഞങ്ങൾ എടുക്കുന്നല്ല. ആ പൈസ അനന്തകൃഷ്ണൻ കാണിച്ച വലിയ ദ്രോഹം എന്ന് പറയുന്നത് ഇതേപോലുള്ള NGOമാരുടെ, പ്രൊമോട്ടർമാരുടെ, അംഗൻവാടി ജീവനക്കാരുടെ, വിവിധ പ്രൊമോട്ടർമാരുടെയൊക്കെ മാനം കളഞ്ഞു എന്നുള്ളതാണ്. അവരുടെ അടുത്തൊക്കെ വന്ന് ഇവർ പൈസ ചോദിക്കുകയാണ് രാവിലെ മുതൽ. ഇവരെവിടുന്ന് പൈസ എടുത്തു കൊടുക്കും എന്നുള്ളതാണ്. പാവപ്പെട്ട കുറേ മനുഷ്യരെയാണ് അനന്തകൃഷ്ണൻ ആ രീതിയിൽ ബുദ്ധിമുട്ടിച്ചത്. അത് അനന്തകൃഷ്ണനല്ല, ആനന്ദ്കുമാറിൻ്റെ ബിനാമിയാണ് അനന്തകൃഷ്ണൻ എന്ന നിലയിലേക്കും ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ ആനന്ദ്കുമാറിന് ചില ഇത് ഇടപാടിൽ എന്താണ് റോള് എന്നുള്ളതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണന്റെ ബിനാമിയാണോ ഈ അനന്തകുമാർ, അതോ ഈ ആനന്ദ്കുമാറിന്റെ ബിനാമിയാണോ അനന്തകൃഷ്ണൻ? അവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകളൊക്കെ ഉണ്ടോ? ആ രീതിയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്? ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണോ പോലീസ്? TV പ്രസാദ്. അരുൺ, വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. അതായത് ഇതിന്റെ ചുരുക്കം ഇതാണ്: ആനന്ദ്കുമാർ എന്ന് പറയുന്ന 30 വർഷത്തിലധികം NGO പ്രവർത്തനം നടത്തുന്ന താരതമ്യേന നല്ല പേരുള്ള ഒരാൾ, അതായത് ഈ ആനന്ദ്കുമാർ ഇല്ല എങ്കിൽ അനന്തകൃഷ്ണന്റെ ഈ പകുതി വില തട്ടിപ്പ് ഇല്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. അതായത് ആനന്ദകുമാറിനെ മുൻനിർത്തിയാണ് അനന്തകൃഷ്ണൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആനന്ദകുമാർ ആണെങ്കിൽ ഈ കാര്യമൊട്ടും സമ്മതിക്കുന്നുമില്ല. പക്ഷെ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടിയും ആനന്ദകുമാറിന് ഈ തട്ടിപ്പിലുള്ള പങ്കിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആനന്ദകുമാർ സായി ഗ്രാമിന്റെ സ്ഥാപക ഡയറക്ടറാണ്. സായി ഗ്രാം എന്നുള്ളത് ഒരുപാട് പേർ, അവിടെ ഏറ്റവും പ്രമുഖരായ ആളുകൾ നിരന്തരം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ സായി ഗ്രാമാണ് പകുതി വില സാധനങ്ങൾ വിതരണം ചെയ്യുകയും അതിനുള്ള എല്ലാ യോഗവും നടന്നതുൾപ്പെടെ ഈ സായി ഗ്രാമിലാണ് എന്നുള്ളതാണ്. അതായത് NGOയുടെ നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചതിന് ശേഷം അതിന്റെ സ്ഥാപക ചെയർമാനായി ഈ ആനന്ദകുമാർ വന്നു. അതിന്റെ കോർഡിനേറ്റർ എന്ന ചുമതലയാണ് ഈ അനന്തകൃഷ്ണന് കൊടുത്തത്. അനന്തകൃഷ്ണന് അതിനു മുമ്പ് തന്നെ കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഈ കോർഡിനേറ്റർ പദവി ഏൽപ്പിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞത് 1.5 വർഷം മുമ്പ് അനന്തകുമാർ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. 1.5 വർഷം മുമ്പല്ല യഥാർത്ഥത്തിൽ പോയത് ഈ കഴിഞ്ഞ ജൂലൈയിൽ മാത്രമാണ്. ഈ കഴിഞ്ഞ ജൂലൈ എന്ന് പറഞ്ഞാൽ തൊട്ട് 6 മാസം പിറകിൽ. അപ്പോഴേക്ക് തന്നെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ അനന്തകൃഷ്ണൻ കൈക്കലാക്കിയിരുന്നു ഈ തട്ടിപ്പിന്റെ പേരിൽ എന്നതാണ്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും തിരുവനന്തപുരത്തെ റൂറൽ SPക്കും കൊടുത്ത NGOകൾ കൊടുത്ത പരാതിയിൽ അവർ പറയുന്നത് അനന്തകൃഷ്ണനെ കണ്ടുകൊണ്ടല്ല തങ്ങളാരും ഇതിൽ പണം നിക്ഷേപിച്ചത്, പകരം ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ്. അരുൺ, ആദ്യഘട്ടത്തിൽ നമ്മളോട് ആനന്ദകുമാർ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തത് ഞാനാണ്. എങ്ങനെയാണ് അവിടേക്ക് അനന്തകൃഷ്ണൻ വന്നത് എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് ആദ്യം അന്വേഷിച്ച സമയത്ത് എന്നോട് ഫോണിൽ പറഞ്ഞത്. പക്ഷേ ഇന്നലെ അത് ആനന്ദകുമാർ മാറ്റി പറയുകയാണ്. അതായത് ഞാനും അനന്തകൃഷ്ണനും കൂടെ തന്നെയാണ് പ്രധാനമന്ത്രിയെ കണ്ടതെന്ന്. ഒരുപാട് അവ്യക്തതകളുണ്ട്. മാത്രമല്ല ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ടാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടതെന്ന് പറയുന്നു. ഈ അനന്തകൃഷ്ണന്റെ
അനന്തകുമാറിന്റെ പടങ്ങളിൽ എവിടെയും ലാലികൃഷ്ണനെ അധികം കാണാനില്ല. കൂടുതലുള്ളത് ഈ ആനന്ദകുമാറാണ്. ആനന്ദകുമാർ ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് അനന്തകൃഷ്ണന് സംസ്ഥാന വ്യാപകമായി ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ കഴിഞ്ഞത്. അരുൺ, മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പണം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ വിവിധ NGO ഓഫീസുകളിലേക്ക് പോയി തുടങ്ങി. അവിടുത്തെ ഭാരവാഹികളെ പ്രതിഷേധം അറിയിച്ചു തുടങ്ങി. അവിടേക്ക് കൂട്ടമായി എത്തിത്തുടങ്ങി. അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ തിരുവനന്തപുരം ബാലരാമപുരത്തെ ട്രാവൻകൂർ അഗ്രി ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നു പേരുള്ള NGOയുടെ ഓഫീസിലെത്തി അവിടുത്തെ ഭാരവാഹികളായ ഹജികുമാറിനെയും മധുസൂദനൻ നായരെയും അതിഭീകരമായി അവരോട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് പല ദൃശ്യങ്ങളിലൊന്നാണ്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 175-ലധികം വരുന്ന NGOകളിൽ പലരും ഇത്തരത്തിൽ കമ്മീഷൻ വാങ്ങിയിട്ട് അനന്തുവിനൊപ്പം ചേർന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവരെല്ലാം കൂട്ടത്തോടെ അവിടേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ആനന്ദകുമാറിലേക്ക് അന്വേഷണം എത്തുന്നു. ഒരുപക്ഷെ ഉടനടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് അരുൺ പകുതി വില തട്ടിപ്പിലെ നിലവിലുള്ള അപ്ഡേഷൻ. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. അപ്പോൾ ആനന്ദകുമാർ നമ്മൾ കണ്ട ആനന്ദകുമാർ അല്ലേ? മറ്റൊരു മുഖമുണ്ടോ? ഇതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ വെളിവാകേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ചോദ്യം ചെയ്യും അനന്തകുമാറിന് എന്ന കാര്യത്തിൽ സംശയമില്ല. ധാരാളം പേര്, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, അനന്തകൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമെന്ന് പറയുന്നത് ഈ പൈസ തട്ടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അതിനിടനിലക്കാരായി ഈ അനന്തകൃഷ്ണൻ ഉപയോഗിച്ച പ്രൊമോട്ടർമാര്, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇതേപോലെയുള്ള NGOയിലെ സംഘടനകളിലെ വിവിധ ആളുകൾ, പ്രവർത്തകർ, അവരെ മുഴുവൻ പറ്റിച്ചു എന്നുള്ളതാണ്. അവർക്കിപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില ആളുകളെങ്കിലും ഇവരെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളല്ല പറ്റിച്ചത് അനന്തകൃഷ്ണനാണ് എന്നറിയാം എന്ന് പറയുന്നു. പക്ഷേ ഇടനിലക്കാരനായി പോയില്ലേ, മാനം പോയില്ലേ